എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് കൊണ്ട് ഒരു കിടിലൻ റെസിപ്പി ഉണ്ടാക്കാം. സോയ ചങ്ക്സ് കൊണ്ട് പലരും പല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സോയ 65 ആണ്. സോയ എന്ന് പറഞ്ഞ ഈ സാധനം മുൻപ് ഇഷ്ടമൊന്നുമല്ലായിരുന്നു, പക്ഷേ ഇതിങ്ങനെ ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അതുകൊണ്ടത് ചെയ്യുന്നതാണ്. ഇത് വലിയവർക്കും കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും ഇങ്ങനെ ചെയ്താൽ. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ സോയ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് ഇനി നല്ല ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തെടുക്കാം. ഇത് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. സോയ ചങ്ക്സ് 65 ഉണ്ടാക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞെടുത്തത്, ഒരു മീഡിയം സൈസ് സവോള സ്ക്വയറായിട്ട് അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം പകുതി സ്ക്വയറായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്. അപ്പോൾ സോയ കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്ക് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഒത്തിരി നേരം ഇടേണ്ട ആവശ്യമില്ല. ഇതിനുള്ളിൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറും. എന്നിട്ട് ഇത് വീർത്ത് വരുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിങ്ങനെ ചെയ്തെടുത്താൽ വെജിറ്റേറിയൻസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് 2 തണ്ട്, 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി. അത് നന്നായിട്ട് പൊടിച്ചൊന്നിട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ കട്ട തൈര്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. സോയ ചങ്ക്സ് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചായി വറുത്തെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇട്ട് വറുത്തെടുക്കാം. സോയ ചങ്ക്സിൽ വളരെ കുറച്ച് കൊഴുപ്പാണ് അടങ്ങിയിട്ടുള്ളത്. ഇതിൽ കൊളസ്ട്രോൾ അധികമില്ല. ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. ഒത്തിരി പ്രോട്ടീൻസ് അടങ്ങിയ ഒരു ഐറ്റമാണ് സോയ ചങ്ക്സ്. ദിവസവും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു പാൻ അടുപ്പയിൽ വയ്ക്കാം. ഇതിലേക്ക് സോയ ചങ്ക്സ് വറുത്ത എണ്ണ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം.
1 ടേബിൾ സ്പൂൺ മതി. എടുത്തു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴന്നു പോകണ്ട. സവോള ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഒത്തിരി വേകാതെ ഒരു ഹാഫ് ബോയിലായിട്ട് എടുക്കണം. ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സോയാ ചങ്ക്സ് 65 റെഡി ആയിട്ടുണ്ട്. ഇതിനെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊരു നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു.